ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാത്തതിൽ CPI-യിൽ അമർഷം. RSS നേതാക്കളുമായി ADGP നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച എന്തിനെന്നും വിവരങ്ങൾ പുറത്തുവിടണമെന്നും CPI ദേശീയ നിർവാഹക സമിതി അംഗം K. പ്രകാശ് ബാബു പറഞ്ഞു. പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്കതീതമെന്ന തലക്കെട്ടോടുകൂടിയ ലേഖനത്തിലൂടെ വിമർശന സ്വരമുയർത്തിയാണ് CPI വീണ്ടും നിലപാട് വ്യക്തമാക്കിയത്. അജിത് കുമാറിനെ മാറ്റണമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ ഉയർത്തിയ ഭിന്നസ്വരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് CPI. പരസ്യമായ വിമർശനം ഇത്തവണ പാർട്ടി മുഖപത്രത്തിലൂടെയും. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അജിത് കുമാറിനെ മാറ്റേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം CPI മനസ്സില്ലാ മനസ്സോടെ സ്വീകരിച്ചെങ്കിലും ദിവസേന ADGP-ക്കെതിരെ വരുന്ന പരാതിയിലും അന്വേഷണത്തിലും CPI-ക്ക് അസ്വസ്ഥതയും അമർഷവുമാണുള്ളത്. ഈ ഘട്ടത്തിലാണ് പാർട്ടി മുഖപത്രമായ ജനയുഗത്തിലൂടെ ഇക്കാര്യത്തിലുള്ള അതൃപ്തി വീണ്ടും CPI പരസ്യമാക്കുന്നത്. RSS നേതാക്കളുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്നറിയണം. കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്നാണ് CPI ഉയർത്തുന്ന ചോദ്യം. ഇത് പറയാനുള്ള ബാധ്യത ADGP-ക്കുണ്ടെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K. പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും കാര്യങ്ങൾ ADGP അറിയിക്കേണ്ടതാണ്. അജിത് കുമാർ അതിന് തയ്യാറായില്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറണമെന്നുമാണ് K. പ്രകാശ് ബാബു ലേഖനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. MR അജിത് കുമാർ ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്ന നിലപാട് മയപ്പെടുത്താനും CPI തയ്യാറായിട്ടില്ലെന്നത് ലേഖനത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാടിനെ ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പ്രതിസന്ധിയിലെത്തിക്കും. അത്തരം അവസ്ഥയാണ് ADGP വരുത്തിവെച്ചതെന്നും വിമർശനവും CPM-ന് ഉന്നമിട്ട് CPI ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഇടതുമുന്നണിക്കകത്തെ ഘടകകക്ഷികൾ അജിത്തിനെ മാറ്റണമെന്ന് ശക്തമായി വാദിച്ചെങ്കിലും മുഖ്യമന്ത്രിയിൽ തട്ടി നിഷ്പ്രബലമായി പോയിരുന്നു. അതിനാലാണ് ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ പരസ്യപ്രതികരണമെന്ന നിലപാടിലേക്ക് എത്താൻ CPI-യും നിർബന്ധിതമായിരിക്കുന്നത്. KP ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.